തിരുനാവായയിൽ കുംഭമേള നടക്കുന്നത് എല്ലാവരും അറിഞ്ഞില്ലേ? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കുംഭമേളയാണ്. പക്ഷേ സത്യത്തിൽ ഇത് കുംഭമേളയാണോ എന്ന് ചോദിച്ചാലല്ല. ഇപ്പം നടക്കുന്നത് മഹാമാഘ മഹോത്സവം, അല്ലെങ്കിൽ മാമാങ്കം എന്ന് പറഞ്ഞാൽ കൂടുതൽ പേർക്ക് അറിയാൻ പറ്റും. അതായത് 250 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതപ്പുഴയുടെ തീരത്ത് നടന്നിരുന്ന ഒരു സാംസ്കാരിക ഉത്സവമാണ്. ഇതിന് കുംഭമേളയുടെ സമാനമായ ആചാരങ്ങളാണ് അനുഷ്ഠിച്ചു വരുന്നത്. നിള, അരതി, രഥയാത്ര, നദിയിലെ പുണ്യസ്നാനം, അങ്ങനെ. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിന്റെ കുംഭമേള എന്ന് പറയാം. അപ്പം തിരുനാവായിലെ കുംഭമേളയിലെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് കാണാം. അമ്പലത്തിൽ നിന്നും മാറി നദിക്കരയോട് ചേർന്നാണ് കുംഭമേള നടക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. അമ്പലം മുതൽ നദിക്കര വരെ ക്യൂ നിന്നാണ് ഞങ്ങൾ അങ്ങോട്ടെത്തിയത്. ശേഷം 8 മണിക്ക് ശേഷം മാത്രമേ നടപ്പാലത്തിൽ തിരിച്ചു പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ. കാണുന്നതിന് വേണ്ടി നാരായണ ക്ഷേത്ര പരിസരത്ത് പൊതുക്കടവിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഭക്തജനങ്ങൾക്ക് ആ സൗകര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. നടപ്പാലത്തിൽ പ്രവേശിക്കുന്ന ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക. നടപ്പാലത്തിൽ പ്രവേശിച്ചാൽ വരിയായിക്കൊണ്ട് തന്നെ നിശ്ചിത അകലം വിട്ടുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ നടന്നു പോകണം. യാതൊരു കാരണവശാലും കൂട്ടം കൂടി നടക്കുവാനോ നടപ്പാലത്ത് നിൽക്കുവാനോ കുംഭമേള നടത്താൻ വേണ്ടി താൽക്കാലികമായി ഉണ്ടാക്കിയ പാലത്തിൽ കൂടിയാണ് നദിക്കരയിലേക്കുള്ള പ്രവേശനം. ഇത് 2 വരിയായി തിരിച്ചു കുറച്ചുപേർ വീതമാണ് അങ്ങോട്ട് വിടുന്നത്. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് കേരളത്തിൻ്റെ കുംഭമേള എന്ന് പറയുന്ന മഹാമാഘം അല്ലെങ്കിൽ മാമാങ്കം നടക്കുന്നത്. 1 മണിക്കൂറൊന്നും നീളുന്ന നിള ആരതിയാണ് പ്രധാന ആകർഷണം. 7 മണി മുതൽ എല്ലാ ദിവസവും നദീപൂജ നടത്തുന്നു. ഇവിടെയുള്ളത് ത്രിമൂർത്തികളുടെ ക്ഷേത്രമാണ്, അതായത് വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ്. പൊതുവെ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രങ്ങൾ വളരെ റെയറാണ്. കേരളത്തിൽ ആകെ 3 അമ്പലങ്ങളേ ഉള്ളൂ. അതിലൊന്ന് തിരുനാവായയിലാണ്. അതുപോലെ തന്നെ ബലിതർപ്പണത്തിന് തിരുനാവായ ഒരു പേര് കേട്ട സ്ഥലമാണ്. ഇനി മഹാമാഘത്തിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ പരശുരാമൻ്റെ അഭ്യർത്ഥന പ്രകാരം ബ്രഹ്മദേവൻ യാഗം നടത്തിയ പുണ്യഭൂമിയായാണ് തിരുനാവായയെ കാണുന്നത്. മാഘമാസത്തിൽ നടന്ന യാഗസമയത്ത് ഗംഗാദേവിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലെ എല്ലാ പുണ്യതീർത്ഥങ്ങളും നിള നദിയിൽ സംഗമിച്ചു എന്നാണ് ഐതിഹ്യം. അങ്ങനെ നിള ഭാരതപ്പുഴയായി മാറി. ഈ യാഗത്തിൻ്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും മാഘമാസത്തിൽ നിളയിൽ പുണ്യതീർത്ഥങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നത്. അതിനാലാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ തിരുനാവായിലെ മഹാമാഘം അഥവാ മാമാങ്കം അതിവിപുലമായി ആചരിച്ചിരുന്നത്. 12 വർഷത്തിലൊരിക്കലാണ് മാമാങ്കം നടത്തിയിരുന്നത്. മകരമാസത്തിലെ മകം നാളിലാണ് മാമാങ്കം നടത്തിയിരുന്നത്. അതിനാൽ മാഘമകം അല്ലെങ്കിൽ മഹാമാഘം എന്നീ വാക്കുകൾ കൂടിച്ചേർത്താണ് മാമാങ്കം എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ മാമാങ്കത്തിന് വേറൊരു വശം കൂടിയുണ്ട്. 270 വർഷങ്ങൾക്ക് മുമ്പാണ് അവസാന മാമാങ്കം നടന്നത്. 1 മാസം നീണ്ടുനിന്ന നദീതട മഹോത്സവമായിരുന്നു മാമാങ്കം. കേരളത്തിന് പുറമെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുമായിരുന്നു. പിന്നീട് മാമാങ്കം അധികാര പോരാട്ടത്തിൻ്റെ ചോരക്കളമായി മാറി. ആദ്യകാലത്ത് മാമാങ്കത്തിൻ്റെ നടത്തിപ്പവകാശം വള്ളുവ കൊനതിരിക്കായിരുന്നു. എന്നാൽ വള്ളുവനാട് പിടിച്ചടക്കിയ കോഴിക്കോട്ടെ സാമൂതിരി 1350 മുതൽ മാമാങ്കത്തിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്തു. ഓരോ മാമാങ്കത്തിനും സാമൂതിരിയെ വധിച്ച് മാമാങ്കത്തിൻ്റെ നടത്തിപ്പവകാശം തിരിച്ചു പിടിക്കാൻ വള്ളുവ കൊനതിരിയുടെ ചാവർപ്പേട എത്തുമായിരുന്നു.
എന്നാൽ ഒരിക്കലും അവർക്ക് സാമൂതിരിയെ വധിക്കാനായില്ല. സാമൂതിരിയുടെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ സാമൂതിരിയുടെ സൈന്യം അവരെയെല്ലാം അവിടെ വെച്ച് തന്നെ വധിച്ചിരുന്നു. 1755 അവസാന മാമാങ്കം വരെ ഈ പോരാട്ടം തുടർന്നു. പിന്നീട് മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരാലി മലബാർ കീഴടക്കിയതോടെ മാമാങ്കം നിലച്ചു. ഇന്ന് 270 വർഷങ്ങൾക്ക് ശേഷം 2026 ഈ മാമാങ്കത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് നമ്മൾ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന പോലെ ഒരു വലിയ ഭാഗ്യമാണ്. അങ്ങനെ എല്ലാവരെയും പോലെ നിള ആരതി കാണാനായി ഞങ്ങൾ ഇവിടെ കാത്തിരിപ്പാണ്. 7 മണിക്കാണ് നിള ആരതി എങ്കിലും ഒരു 4 മണി മുതൽ തന്നെ ആൾക്കാർ ഇവിടെ കാത്തിരിപ്പാണ്. നേരത്തെ വന്നാൽ മാത്രമേ മുന്നിൽ നിന്ന് കാണാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇരിക്കാൻ കയ്യിൽ എന്തെങ്കിലും കരുതുന്നത് നല്ലതായിരിക്കും. കാരണം പൂഴി മണ്ണിലാണ് ഇരിക്കുന്നത്. ഇവിടെ വേറെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് മാമാങ്കത്തിൻ്റെ അല്ലെങ്കിൽ കേരള കുംഭമേളയുടെ കാഴ്ചകൾ. വാരണാസി വരെ പോയി കുംഭമേള കാണാൻ കഴിയാത്തവർക്ക് ഇവിടെ വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത്രയും അടുത്ത് ഇങ്ങനൊരു പരിപാടി നടന്നിട്ട് എല്ലാവരും ഒന്ന് വന്ന് കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.